കാത്ത് പിരിയാതെ നിന്നവൾ മഞ്ഞുകാലത്ത് തിരിച്ചുപോയി തരിച്ചു നിന്നു തിരിച്ചറിഞ്ഞു തനിക്കുതാനും പുരയ്ക്കു തൂണും പൂക്കാലത്തെ ചങ്ങാതിമാരെല്ലാം മഞ്ഞുകാലത്ത് കൊഴിഞ്ഞു പോകും നിഴലിൻ മുന്നിൽ രാജാവ് അഴലോടെ നീങ്ങി പിന്നിൽ പൂക്കാല ഓർമ്മകൾ മങ്ങി മറഞ്ഞു മുങ്ങി ക്രൂശിത വചസ്സുകളിൽ ഋതുക്കൾ മാറുന്നു ആകാശം മാറുന്നു മാറാത്ത വചനം ഇതാ നിന്റെ അമ്മ ഋതുക്കൾ അമ്മ മനസ്സിൽ കൂടിയിരും ഉയിർത്തെഴും നേൽപ്പിൻ യാത്ര ആല തെറ്റിയ ആടുകൾക്ക് ലായം കാട്ടുന്ന അമ്മ മൊഴി അവൻ പറയും പോലെ ചെയ്വിൻ വിശ്വാസ വിശ്വം കാട്ടും കാലത്തെ ചങ്ങാതിമാരെല്ലാം മഞ്ഞുകാലത്ത് കൊഴിഞ്ഞു പോകും ഋതുക്കൾ മാറുന്നു ആകാശം മാറുന്നു മാറാത്ത വചനം ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 39 വാർഡുണ്ട്. 39 വാർഡുകളിലും 2018 പ്രളയം തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നതാണ് നമ്മുടെ 17, 18, 21 വാർഡുകളിൽ. ബഹുമാനപ്പെട്ട വൈദികന്മാരുടെ സഹായത്തോടെ നമ്മുടെ ഈ കുടുംബങ്ങൾക്കെല്ലാം ഇവിടെ അടുത്ത മംഗലശ്ശേരി കോളനി ഉണ്ട്, അതുപോലെ ഇവിടെ അടമ്പട കോളനി ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. നമുക്ക് അവർക്ക് സഹായം എത്തിക്കണം, വളരെ ഉപയോഗമാകും. ഈ അടമ്പട ഭാഗത്ത് നിന്നുള്ള 100ഓളം കുഞ്ഞുങ്ങൾ എന്റെ സ്കൂളിലാണ് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുടെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ അകപ്പെട്ട് കിടക്കുന്നു. ഇതുങ്ങളെ തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ ഓണത്തിനിടാനുള്ള ഡ്രസ്സുകൾ പോലും ഇന്ന് വെള്ളത്തിന് അടിയിലാണ്. ഏവരുടെയും സഹായങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും വേദനാജനകമായ കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുക. എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒന്നിച്ച് ഇറങ്ങി ഇവിടേക്ക് സാധനങ്ങൾ ഞങ്ങൾ നാളെ എത്തിക്കുന്നതായിരിക്കും. ഞങ്ങൾ കൂടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുമൂലപുരത്താണ്. അവിടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഇവിടെ ഒരു സിസ്റ്റർ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുത്തെ അവസ്ഥ വളരെ ഭയാനകമാണ്. ഈ ചുറ്റുപാടുമുള്ള വീടെല്ലാം കംപ്ലീറ്റ്ലി വെള്ളത്തിലാണ്. ഇവിടെയുള്ള ആളുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് നാളത്തേക്ക് ഒരു ഭക്ഷണ സാധനങ്ങൾ അടിയന്തരമായിട്ടൊരു 300 കുടുംബങ്ങളോളം ഇവിടെയുണ്ട്.
അപ്പോൾ നമ്മളെ MCYM പ്രിയപ്പെട്ട അച്ഛന്മാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയുള്ള ഭവനങ്ങളൊക്കെ സഹായിക്കാനായിട്ട് ഈ കാണുന്ന വീട്ടിലെ ചേട്ടനാണെങ്കിൽ തളർന്നു കിടക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അടിയന്തരമായിട്ട് എത്തിക്കണം. നാളത്തേക്കിന് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും പ്രിയപ്പെട്ട അച്ഛന്മാർ സാധന സാമഗ്രികൾ, അരി, പയറ്, മസാലകൾ, മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. അതിനകത്ത് ഒരു ഉപേക്ഷ വരുത്തരുതേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പൂക്കാലത്ത് ചങ്ങാതിമാരില്ല, മഞ്ഞുകാലത്ത് കൊഴിഞ്ഞു പോകും. നിഴലിൻ മുന്നിൽ രാജാവ് അഴലോടെ നീങ്ങി പിന്നിൽ. പൂക്കാല